ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിലെ നിയമത്തിനെ പറ്റി ഒരു വക്കീലോ നിയമവിദ്യാർത്ഥിയോ മാത്രമല്ല എല്ലാ പൗരനും അറിഞ്ഞിരിക്കേണ്ടതാണ്. നിയമം പഠിക്കുക എന്നുള്ളത് എല്ലാ പൗരൻ്റെയും അവകാശവുമാണ്. പക്ഷേ പലപ്പോഴും ഒരു നിയമം പഠിക്കുമ്പോൾ നമുക്ക് തടസ്സമായി വരുന്നത് അതിലെ ലീഗൽ മാക്സിംസ് ആണ്. അതായത് ലാറ്റിൻ ഭാഷയിൽ എഴുതപ്പെട്ട കുറേ മാക്സിമുകൾ നമ്മുടെ നാട്ടിലെ എല്ലാ നിയമത്തിലുമുണ്ട്. അത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അത്തരത്തിൽ CPCയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 2 ലീഗൽ മാക്സിമുകളെ പറ്റിയാണ്. ഏറ്റവും ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന ലീഗൽ മാക്സിമാണ് റെസ് സബ്ജുഡൈസ്. ഇതെന്ന് പറയുന്നത് ഒരു ഡോക്ട്രിനാണ്. CPCയിലെ സെക്ഷൻ 10ലാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ മാക്സിമിൻ്റെ മീനിങ് നോക്കുകയാണെങ്കിൽ അണ്ടർ ജഡ്ജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഈ മാക്സിമിൻ്റെ അല്ലെങ്കിൽ ഡോക്ട്രിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരേ തരത്തിലുള്ള 2 കേസുകളെ ട്രയൽ നടക്കുന്നതിൽ നിന്നും സ്റ്റേ ചെയ്യുക. അതായത് സെയിം സബ്ജക്റ്റ് മാറ്ററിലും സെയിം പാർട്ടീസുമായിട്ടുള്ള കേസുകൾ 2 കോടതികളിൽ, ഒന്നെങ്കിൽ ഒരേ കോടതിയിൽ തന്നെയോ അല്ലെങ്കിൽ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ കീഴിലുള്ള ഏതെങ്കിലും ഒരു കോടതിയിലോ ഒരേ സമയം ട്രയൽ നടക്കുന്നതിൽ നിന്നും തടയുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. ഈ ഒരു സെക്ഷൻ ആപ്ലിക്കബിൾ ആകണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് 2 സൂട്ടുകൾ ഒരേ സമയം പെൻഡിങ്ങിലായിരിക്കണം. ഒന്നെന്ന് പറയുന്നത് പ്രീവിയസ്ലി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതും അടുത്തത് രണ്ടാമതായി സബ്സിക്വൻ്റ്ലി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതുമായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ പ്രീവിയസ്ലി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സൂട്ടിലും സബ്സിക്വൻ്റ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സൂട്ടിലും സെയിം സബ്ജക്റ്റ് മാറ്ററിനെ പറ്റി ആയിരിക്കണം പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സെയിം പാർട്ടീസ്. ആദ്യം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിലും രണ്ടാമത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിലും ഒന്നെങ്കിൽ സെയിം പാർട്ടീസോ അല്ലെങ്കിൽ സെയിം റെപ്രസെൻറ്റേറ്റീവ്സോ ആയിരിക്കണം. നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മൾ ആദ്യം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതും രണ്ടാമത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സൂട്ടുകളും ഒരേ കോടതിയിൽ പെൻഡിങ്ങിലായിരിക്കണം. അതായത് പ്രീവിയസ്ലി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതും സബ്സിക്വൻ്റ്ലി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സൂട്ടും സെയിം കോർട്ടിൻ്റെ കീഴിൽ പെൻഡിങ് ആയിരിക്കണം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ 2 കോടതികളിലും ആവാം. പക്ഷേ ഒരേ സമയം ഈ 2 കേസും ഏതെങ്കിലും 2 കോടതികളിൽ, ഇന്ത്യൻ ജുഡീഷ്യറിയുടെ കീഴിലുള്ള ഏതെങ്കിലും 2 കോടതികളിൽ പെൻഡിങ് ആയിരിക്കണം. അഞ്ചാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ആദ്യം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സൂട്ട് അതൊരു കോടതിയിലാണല്ലോ നമ്മൾ ഫയൽ ചെയ്തിരിക്കുന്നത്, ആ കോടതിക്ക് ഇതിൻ്റെ ഡിഗ്രി പാസ് ചെയ്യാനായിട്ടുള്ള ജൂറിസ്ഡിക്ഷൻ ഉണ്ടായിരിക്കണം. ഈ ഒരു സെക്ഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ലീഗൽ മാക്സിമിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു വ്യക്തി ഒരു കോർട്ടിൽ കേസ് ഫയൽ ചെയ്തതിൽ നിന്ന് ഈ സെക്ഷൻ അയാളെ ബാർ ചെയ്യുന്നില്ല. അതായത് സബ്സിക്വൻ്റ് ആയിട്ട് ഒരു സൂട്ട് അയാൾ ഫയൽ ചെയ്താൽ ആ ഒരു സൂട്ട് സ്റ്റേ ചെയ്യാൻ, അതായത് ആ ഒരു സൂട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ട്രയൽ സ്റ്റേ ചെയ്യാൻ മാത്രമേ ഒരു കോടതിക്ക് അധികാരമുള്ളൂ. ആ ഒരു സൂട്ട് ഡിസ്മിസ് ചെയ്യാനോ അല്ലെങ്കിൽ അയാളോട് അങ്ങനെ ഒരു സൂട്ട് കൊടുക്കാൻ പാടില്ല എന്ന് പറയാനോ കോർട്ടിന് അധികാരമില്ല. ഇത്രയൊക്കെ കേട്ടെങ്കിലും ചിലരുടെയെങ്കിലും മനസ്സിൽ ചെറിയൊരു സംശയം ഉണ്ടാവും അല്ലേ? നമുക്ക് ആ ഒരു സംശയം ഒരു എക്സാമ്പിൾ വെച്ച് മാറ്റിയെടുക്കാം. നമ്മുടെ ഈ കേസിലെ പാർട്ടീസ് എന്ന് പറയുന്നത് എയും ബിയും ആണ്. സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ലക്ഷം. നമ്മുടെ ഫാക്റ്റ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. എ എന്ന് പറയുന്ന ഒരാൾ ബിയുടെ അടുത്ത് പോയി ഇയാളുടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി മോർഗേജ് ചെയ്ത് ഒരു 1 ലക്ഷം രൂപ വായ്പ എടുത്തു. അതായത് പ്ലെഡ്ജ് ചെയ്ത് പണയം വെച്ചിട്ട് 1 ലക്ഷം രൂപ വായ്പ എടുത്തു. കുറച്ച് നാൾ കഴിഞ്ഞു എ അതിൽ മുടക്കം വരുത്തിക്കൊണ്ടിരുന്നു പൈസ അടയ്ക്കാനായിട്ട്. ആദ്യമൊക്കെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 പറഞ്ഞു, വാക്ക് തർക്കമായി, പ്രശ്നങ്ങളായി. അവസാനം ബി കൊണ്ട് കേസ് ഫയൽ ചെയ്തു. അതായത് എ ഇങ്ങനെ തനിക്ക് തരാനുള്ള പൈസ അടയ്ക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ കേസ് ഫയൽ ചെയ്തു. ഈ ഒരു കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് എ കൊണ്ട് വേറൊരു സൂട്ട് ഫയൽ ചെയ്തു. ഇയാളുടെ പ്രോപ്പർട്ടി മോർഗേജ് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ബിക്കാണ് ഇതിൻ്റെ അവകാശമുള്ളത്. ബി എനിക്ക് എൻ്റെ മോർഗേജ് ചെയ്ത പ്രോപ്പർട്ടി തിരിച്ചു തന്നില്ല എന്ന് പറഞ്ഞ് എ വേറൊരു കേസ് ഫയൽ ചെയ്തു. ഇവിടെ വന്നിരിക്കുന്നതാണ് റെസ് സബ്ജുഡൈസ്. അതായത് ഇവിടുത്തെ സബ്ജക്റ്റ് മാറ്ററും പാർട്ടീസും കാര്യങ്ങളും എല്ലാം സെയിം ആണ്. ഈ ഒരു സിറ്റുവേഷനിൽ എയുടെ സൂട്ട് സ്റ്റേ ചെയ്യുകയാണ് ചെയ്തത്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്ന ഡോക്ട്രിൻ അല്ലെങ്കിൽ മാക്സിമാണ് റെസ് ജുഡിക്കാട്ട. ഇതെന്ന് പറയുന്നത് CPCയുടെ സെക്ഷൻ 11ലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഈ പേരുകൾ കേൾക്കുമ്പം നമുക്ക് ചെറിയൊരു സംശയം ഉണ്ടാവും, റെസ് ജുഡിക്കാട്ടയും റെസ് സബ്ജുഡൈസും ഒക്കെ. പക്ഷേ എന്താണ് ആ മാക്സിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ പിന്നിലുള്ള അർത്ഥം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിതൊക്കെ എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് റെസ് ജുഡിക്കാട്ട എന്താണെന്ന് നോക്കാം. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കേസ് നമ്മളൊരു കോടതിയിൽ ഫയൽ ചെയ്താൽ അതിൻ്റെ അന്തിമമാവുന്നത് അല്ലെങ്കിൽ അത് ഫൈനലാവുന്നത് എപ്പോഴാണ്? അതിൻ്റെ വേണ്ടി ഒരു വിധി വരുമ്പോഴാണ്. ആ വിധിയാണ് നമ്മൾ ഡിക്രി, ഓർഡർ എന്നൊക്കെ പറയുന്നത്. ഒരു സിവിൽ കേസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഡിക്രി വന്നു കഴിഞ്ഞാൽ ആ കേസ് അവിടെ തീർന്നു. അതായത് ഒരു സബ്ജക്റ്റ് മാറ്ററിനെ പറ്റി ഒരു പാർട്ടീസ് ഒരു കേസ് കൊടുത്താൽ അതിന് ഫൈനൽ വിധി വന്നു കഴിഞ്ഞാൽ
അതിനെപ്പറ്റി പിന്നെ നമുക്ക് ഒരിക്കലും കേസ് കൊടുക്കാൻ പറ്റില്ല. ആ സെയിം സബ്ജക്റ്റ് മാറ്ററിന് സെയിം പാർട്ടീസിന് വേറൊരു കേസ് ഇന്ത്യയിലെ ഒരു കോടതിയിലും കൊടുക്കാൻ പറ്റില്ല. അതാണ് റെസ് ജുഡിക്കാട്ടയിൽ പറയുന്നത്. ഈ ഒരു റെസ് ജുഡിക്കാട്ട ആപ്ലിക്കബിൾ ആവുന്നതിനും കുറച്ച് കണ്ടീഷൻസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കൊടുത്ത വിധി വന്ന സൂട്ടിലെ സബ്ജക്റ്റ് മാറ്ററും രണ്ടാമത് അതായത് സബ്സിക്വൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു സൂട്ടിലെ സബ്ജക്റ്റ് മാറ്ററും സെയിം ആയിരിക്കണം. അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ കൊടുത്ത ആ ഒരു പ്രൊസീഡിങ്സ് ഒരിക്കലും ഒരു കോടതിയിൽ പെൻഡിങ്ങിൽ ഉണ്ടാവാൻ പാടില്ല. അതിൻ്റെ ഹിയറിങ്ങും ഫൈനൽ ഹിയറിംഗ് എല്ലാം കഴിഞ്ഞ് ഡിഗ്രി ഓൾറെഡി പുറത്ത് വന്നിരിക്കണം. അതുപോലെ തന്നെ പാർട്ടീസ് ആ ഒരു കേസിലും ഈ കേസിലും സെയിം പാർട്ടീസ് ആയിരിക്കണം ഇൻവോൾവ് ആയിരിക്കേണ്ടത്. അടുത്ത കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കേസിൽ അതായത് പ്രീവിയസ്ലി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സൂട്ടിൽ ഡിഗ്രി പറഞ്ഞിരിക്കുന്ന കോടതി ആ ഒരു വിധി പുറപ്പെടുവിക്കാനായിട്ട് കോമ്പിറ്റൻ്റ് ആയിരിക്കണം. നേരത്തെ നമ്മൾ കണ്ട ഡോക്ടറിനും ഈ ഡോക്ടറിനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡോക്ടറിനനുസരിച്ച് പുതുതായി ഒരു കേസ് സെയിം സബ്ജക്റ്റ് മാറ്ററിനെ റിലേറ്റ് ചെയ്ത് വേറൊരു കേസ് കൊടുക്കുകയാണെങ്കിൽ ആ കേസ് ബാർ ചെയ്യാനായിട്ട് അതായത് എടുക്കാതിരിക്കാൻ അതിനായിട്ട് കോടതിക്ക് അധികാരമുണ്ട്. ഈ ഒരു ലീഗൽ മാക്സിം അല്ലെങ്കിൽ ഡോക്ട്രിൻ കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ മറ്റൊരു ഉദ്ദേശമാണ് ഈ 3 ലീഗൽ മാക്സിമുകളിൽ കൂടി പറഞ്ഞിരിക്കുന്നത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തു നിന്ന എല്ലാവർക്കും നന്ദി.